നമസ്കാരം, ഞാൻ സരിക പ്രേമാനന്ദ്. സാടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ഇന്ത്യൻ AI വികസനത്തെ പരിഹസിച്ച ഓപ്പൺ AIയുടെ CEO ആയ സാം ഓൾട്ട്മാൻ ഇപ്പൊ ഇന്ത്യയെ പുകഴ്ത്തുകയാണ്. പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2023 സാം ഓൾട്ട്മാൻ ഇന്ത്യയുടെ AI കഴിവുകളെ കുറിച്ച് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സംരംഭകർക്ക് ഓപ്പൺ AIയുമായി മത്സരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവർ അതിനായി ശ്രമിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ഓൾട്ട്മാൻ ഇല്ല എന്ന് തന്നെ മറുപടി നൽകി. ഈ സാങ്കേതിക മാറ്റത്തിൽ ഇന്ത്യ ഒരു കളിക്കാരൻ പോലുമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ചെറിയ ടീമും കുറഞ്ഞ ചെലവും കൊണ്ട് AI മോഡൽ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല, നിങ്ങളത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയേ വേണ്ട എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത് വലിയ വിവാദമായിരുന്നു. Sam, can you just going to startups? I mean, as you know, we've got a very vibrant startup ecosystem in India. Specifically focused on AI, are there spaces where you see, let's say, a startup from India building, you can build on the models, be it ChatGPT and many others. But if you want to build foundational models, how should we think about that? Where is it that a team from India, 3 super smart engineers with, not 100 million, but let's say 10 million, could actually build something truly substantial? Look, the way this works is we're going to tell you it's totally hopeless to compete with us on training foundation models. You shouldn't try, and it's your job to try anyway. And I believe both of those things. I think it is pretty hopeless, but. എന്നാൽ ഇപ്പോൾ 2025 ആൾട്ട്മാൻ ആ പറഞ്ഞതിൽ നിന്ന് ഒരു യു-ടേൺ എടുത്തിരിക്കുകയാണ്. AI വികസനത്തിൽ ഇന്ത്യയുടെ സാധ്യതകൾ അംഗീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒരു നേതാവാകാൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആൾട്ട്മാൻ ഇപ്പോൾ പഴയ നിലപാട് പുനഃപരിശോധിച്ചിട്ടുണ്ട്. ഓപ്പൺ AIയുടെ ഏഷ്യൻ ടൂറിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയ ആൾട്ട്മാൻ നമ്മുടെ കേന്ദ്രമന്ത്രി IT മിനിസ്റ്റർ അശ്വനി വൈഷ്ണവുമായി ഒരു ഫയർസൈഡ് ചാറ്റ് നടത്തിയിരുന്നു. ആ ഫയർസൈഡ് ചാറ്റിൽ ആൾട്ട്മാൻ പറഞ്ഞത്, ഇന്ത്യ AI വിപ്ലവത്തിന്റെ നേതാക്കളായിരിക്കണം, അതിന് ഇന്ത്യക്ക് കഴിയും. നേരത്തെ ഫൗണ്ടേഷണൽ AI മോഡലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഉയർന്ന ചെലവുകളെ കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത് എന്ന് ഒരു വിശദീകരണം കൂടെ നൽകിയിട്ടുണ്ട്. ChatGPTയുടെ രണ്ടാമത്തെ വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. ഓപ്പൺ AI ഇന്ത്യയെ ഒരു വലിയ പ്ലെയറായി തന്നെ കാണുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്രാവശ്യം പറഞ്ഞത്. But mostly seeing what people in India are building with AI at all levels of the stack, chips, models, all of the incredible applications. So I think India should be doing everything. I think India should be one of the leaders of the AI revolution. That it's really quite amazing to see what the country has done and embraced the technology and building, again, the entire stack of things on top of it. India is an incredibly important market for AI in general, for OpenAI in particular. It's our second biggest market, tripled users here in the last year. Okay, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ആൾട്ട്മാന് വേണം. അതെ, ഇന്ത്യയിലെ ഈ വലിയ മാർക്കറ്റ് തന്നെയാണ് ആൾട്ട്മാന്റെ ഈ മലക്കം മറിച്ചലിന് പ്രധാനപ്പെട്ട കാരണം. അമേരിക്ക കഴിഞ്ഞ ChatGPTയുടെ രണ്ടാമത്തെ വലിയ ഉപയോക്താക്കള് ഇന്ത്യയിലാണ്. 2024-25 ChatGPTയുടെ ഉപയോക്താക്കളുടെ എണ്ണം ഇന്ത്യയിൽ 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന മാർക്കറ്റ് ആൾട്ട്മാന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യയെ വെറുപ്പിച്ച ബിസിനസിന് നഷ്ടം വരുമെന്നും ആൾട്ട്മാന് ബോധ്യമായിട്ടുണ്ട്. അതോടൊപ്പം ചൈനയുടെ ഡീപ് സീക്ക് ഓപ്പൺ AIക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ചൈനീസ് AI മോഡലായ ഡീപ് സീക്ക് ChatGPTയെ മറികടന്ന് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഫ്രീ ചാറ്റ്ബോട്ട് ആക്സസും ഓപ്പൺ സോഴ്സ് മോഡലുകളും കുറഞ്ഞ API വിലയും കാരണം ഡീപ് സീക്ക് ആഗോള AI മാർക്കറ്റിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓപ്പൺ AIക്ക് വലിയൊരു ഭീഷണിയാണ്. ഡീപ് സീക്ക് ഇന്ത്യൻ സെർവറുകളിൽ ഹോസ്റ്റ് ചെയ്യുമെന്ന് മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പൺ AIക്ക് ഇന്ത്യയിലെ ChatGPTയുടെ ഉപയോക്താക്കളുടെ എണ്ണം കുറയാതെ നോക്കണം. അതിന് ഇന്ത്യക്കാരെ വെറുപ്പിച്ചാൽ ശരിയാവില്ല, പുകഴ്ത്തിയേ മതിയാവൂ എന്ന് ആൾട്ട്മാൻ മനസ്സിലായി. AI രംഗത്ത് കൂടുതൽ പുതിയ കമ്പനികൾ വരുമ്പോൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പരസ്യരംഗത്തേക്ക് കൂടെ ഇറങ്ങുകയാണ് ഓപ്പൺ AI. മാർക്കറ്റ് നേതൃത്വ സ്ഥാനം നിലനിർത്താൻ അല്ലെങ്കിൽ മാർക്കറ്റുകൾ കൈയടക്കണം എന്നത് മനസ്സിലാക്കി ഈ വർഷത്തെ സൂപ്പർ ബോളിൽ ഓപ്പൺ AIയുടെ പരസ്യം ഇറക്കാനും തീരുമാനമായിട്ടുണ്ട്. സൂപ്പർ ബോൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഇവന്റ് ആണ്. അതിൽ 30 സെക്കൻഡ് സമയത്തിന് $8 മില്യൺ പരസ്യത്തിന്റെ ചെലവ്. ഗൂഗിളും മൈക്രോസോഫ്റ്റും തുടങ്ങിയ മറ്റു ടെക് കമ്പനികളൊക്കെ ഈ സൂപ്പർ ബോളിൽ AI പ്രചാരണത്തിനായി പരസ്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് AI രംഗത്തെ കടുത്ത മത്സരത്തെയും AIയുടെ വളരുന്ന പ്രാധാന്യത്തെയുമാണ് കാണിക്കുന്നത്. ശരി, നമുക്ക് സാം ഓൾട്ട്മാന്റെ ഈ പുകഴ്ത്തലിന് പുറകിലുള്ള അടുത്ത കാരണം നോക്കാം. അത് ഇന്ത്യയിൽ ഓപ്പൺ AIക്കെതിരെയുള്ള കോപ്പിറൈറ്റ് കേസാണ്.
ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങൾ ഓപ്പൺ എഐക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ കേസ് ഇന്ത്യൻ കോടതികളിൽ നിലനിൽക്കുന്നതിനാൽ ആൾട്ട്മാൻ ഇപ്പോൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട്. ഓപ്പൺ എഐക്കെതിരെ ഇന്ത്യൻ മാധ്യമങ്ങൾ നടത്തുന്ന കോപ്പിറൈറ്റ് പകർപ്പവകാശ കേസിന്റെ നിലവിലെ സ്ഥിതി ഞാനൊന്ന് പറയാം. ANI 2024 നവംബറിൽ ഓപ്പൺ എഐക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അവരുടെ പകർപ്പവകാശമുള്ള കോപ്പിറൈറ്റ് ഉള്ള കണ്ടന്റ് ഓപ്പൺ എഐ അനധികൃതമായി ഉപയോഗിച്ചു എന്നാണ് ആരോപണം. ഈ കേസിൽ മറ്റ് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും പങ്കാളികളാകാൻ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, NDTV തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളും ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷനും ഈ കേസിൽ ചേരാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്പൺ എഐ ഇതിനെ എതിർക്കുകയാണ്. 2025 ഫെബ്രുവരി 21 മുതൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്പൺ എഐ ഈ കേസിൽ ഇന്ത്യൻ കോടതികൾക്ക് അധികാര പരിധി ഇല്ലെന്നാണ് വാദിക്കുന്നത്. അവരുടെ സെർവറുകൾ ഇന്ത്യക്ക് പുറത്താണെന്നും അതിനാൽ ഇന്ത്യയിൽ പകർപ്പവകാശ ലംഘനം നടന്നിട്ടില്ലെന്നുമാണ് ഓപ്പൺ എഐയുടെ വാദം. ഈ കേസിന്റെ തീർപ്പ് ഇന്ത്യയിലെ ഓപ്പൺ എഐയുടെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കും. കാരണം ChatGPTയുടെ ആഴ്ചതോറുമുള്ള സജീവമായിട്ടുള്ള ഉപയോക്താക്കളിൽ 9.5%, ഏകദേശം 28.5 ദശലക്ഷം ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ആൾട്ട്മാന് വീണ്ടും ഇന്ത്യയിൽ നിന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ഡാമേജ് കൺട്രോൾ നടത്താൻ കൂടെയാണ് ഈ വരവും ഈ പ്രസ്താവനയുള്ള മാറ്റവും. ഈ ഓപ്പൺ എഐ മാത്രമല്ല, മറ്റ് AI കമ്പനികളും ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ഡേറ്റ അവരുടെ AI സിസ്റ്റത്തിന്റെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അത് ഫ്രീ ആയിട്ട്. ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഡാറ്റ ഒരു അസറ്റാണ്. നമ്മളുടെ ഡേറ്റ AI കമ്പനികൾ ഫ്രീ ആയി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് അത് വെച്ചുണ്ടാക്കിയ ChatGPT പോലുള്ള AI പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ വിൽക്കുന്നു. ഇത്തരത്തിലുള്ള AI പ്രൊഡക്ട്സ് ഇന്ത്യക്കാർ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് ഇപ്പം മിക്ക കേസിലും. ഡീപ്സീക്ക് വന്നപ്പോൾ എന്തായാലും നമ്മൾ ഡേറ്റ പ്രൈവസിയെ കുറിച്ച് സംസാരിക്കാനും അതിൽ ബോധവാന്മാരാകാനും തുടങ്ങിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ ആണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ ഡേറ്റ റിസോഴ്സിനെ ഉപയോഗിക്കാൻ കൂടെ നോക്കണം. നമുക്ക് പേഴ്സണലായി ഡേറ്റ AI കമ്പനിയൊക്കെ വിൽക്കാനൊന്നും കഴിയില്ല. എന്നാൽ ഗവൺമെന്റിന് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ AI ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള ഡേറ്റ മറ്റ് രാജ്യങ്ങളിലെ AI കമ്പനികൾ ഇപ്പൊ ഫ്രീ ആയി ഉപയോഗിക്കുന്നത് നിർത്തലാക്കി അവരിൽ നിന്നും പൈസ ഈടാക്കി നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള നയങ്ങൾ കൊണ്ടുവരാം. ഡാറ്റ ആസ് സർവീസ് എന്ന ഓപ്ഷൻ ഇന്ത്യക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് പോലെ നമ്മുടെ അനുവാദമില്ലാതെ വിദേശ രാജ്യങ്ങളിലെ AI കമ്പനികൾ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചാൽ വൻ തുക ഫൈൻ ഈടാക്കാം എന്നുള്ള രീതിയിലുള്ള നിയമങ്ങളും കൊണ്ടുവരാം. അപ്പൊ നമ്മളെ മറ്റ് രാജ്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും സാം ആൾട്ട്മാന്റെ ഈ മലക്കം മറിച്ചിൽ ഇന്ത്യൻ AIയുടെ വളർച്ചയുടെ ഒരു സൂചനയാണ്. ഇന്ത്യയുടെ AI സ്വപ്നം വളരെ വലുതാണ്. കേന്ദ്ര സർക്കാർ AI കോഴ്സുകൾ, തൊഴിലവസരങ്ങൾ, സബ്സിഡൈസ്ഡ് GP എന്നിവയുള്ള ഒരു 2000 കോടിയുടെ ബഡ്ജറ്റ് ഈ 2025 അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ ബഹിരാകാശ ഗവേഷണത്തിൽ കുറഞ്ഞ ചെലവിൽ നടത്തിയ വലിയ മുന്നേറ്റങ്ങൾ പോലെ AIയിൽ വിജയം നേടാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എല്ലാ വെല്ലുവിളികളും അതിജീവിച്ച് ഇന്ത്യ വിജയം കൈവരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. AIയുമായി ബന്ധപ്പെട്ട അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ കൂടെ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.